ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് കോപ്പാഡോ ബ്രസീലിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കോർട്ടിബയെ അവർ പരാജയപ്പെടുത്തിയത്. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ സാന്റോസ് നേടുകയായിരുന്നു. 20ാമത്തെ മിനിറ്റിൽ നെയ്മറുടെ അസിസ്റ്റിൽ നിന്നാണ് ബോൻഡംബയുടെ ഗോൾ പിറന്നത്. പിന്നീട് 28ാമത്തെ മിനിറ്റിൽ ഇഗോർ വിനീഷ്യസിന്റെ അസിസ്റ്റിൽ നിന്നും അഡോണിസിന്റെ ഗോൾ പിറന്നു. അങ്ങനെയാണ് എതിരില്ലാത്ത 2 ഗോളുകളുടെ ഒരു വിജയം സാന്റോസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നെയ്മർക്ക് ഒരു അസിസ്റ്റ് നേടാൻ കഴിഞ്ഞു. ഏതായാലും നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകൾ സോഫാ സ്കോർ ബ്രസീൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. 69 ബോൾ ആക്ഷനുകൾ, ഒരു അസിസ്റ്റ്, 5 ഡുവൽസ് വോൺ ചെയ്തു, 2 ടാക്കിളുകൾ, 3 ഫൗളുകൾ സഫർ ചെയ്തു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 6.2 ആണ്. അഥവാ നെയ്മർ ജൂനിയർ ഒരു ആവറേജ് പ്രകടനമാണ് നടത്തിയത് എന്നാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. നെയ്മർ 84ാമത്തെ മിനിറ്റ് വരെയാണ് കളിച്ചിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ മറ്റൊരു മത്സരം കൂടി നെയ്മറെ കാത്തിരിക്കുന്നുണ്ട്. എതിരാളികൾ ഇതേ കോറിറ്റിവ തന്നെയാണ്. അത് ബ്രസീലിയൻ ലീഗിലാണ് ആ മത്സരം നടക്കുക. അതിനുശേഷമാണ് വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും നിലവിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിയുന്നു. അതായത് അവസാനമായി കളിച്ച 18 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 5 അസിസ്റ്റുകളും നെയ്മർ സാന്റോസിന് വേണ്ടി സ്വന്തമാക്കി കഴിഞ്ഞു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.